ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഗെറ്റ് വെൽ സൂൺ വിനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. മച്ച് 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 ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്ക് എന്തായാലും നിൽക്കാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ക്രിസ്മസിന് ഞാൻ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെനു ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഓർഡേഴ്സിൽ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, വിനിയുടെ അഭിപ്രായത്തിൽ വിനിക്ക് എങ്ങനെയാണ് ക്രിസ്മസിന് ഒരു കേരള ലഞ്ച് അറേഞ്ച് ചെയ്യാൻ പറ്റുക, അതെല്ലാം ഒരു ബോക്സിലായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 16 ഐറ്റംസാണ് നമ്മൾ ഒരു ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതായത് പഴം, പിന്നെ നമ്മളൊരു നെയ്ച്ചോറ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു അയില മീൻ വറുത്തത്, പപ്പടം, പിന്നെ അങ്കമാലി മാങ്ങാക്കറി, അതേമാതിരി ബീഫ് ഫ്രൈ, ചിക്കൻ സ്റ്റൂ, ബ്രെഡ്, കട്ട്ലറ്റ്, പിന്നെ എന്താണ് ഞാൻ ഉണ്ടാക്കിയത്, അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുഴലപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അടപ്രഥമൻ, പിന്നെ എന്താണ് എല്ലാം കൂടിയിട്ട് അതേമാതിരി ഡേറ്റ്സ് പിക്കിൾ, ഇങ്ങനെ ആയിരുന്നു എൻ്റെ ആ ഒരു ബോക്സ്. പിന്നെ മീൻകറി, ഓക്കെ, കപ്പ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ബോക്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാങ്ങിയവരും കഴിച്ചവരും എല്ലാവരും വളരെ നല്ല റിവ്യൂ ആണ് തന്നത്. ഒരു പീസ് പ്ലം കേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് റെസ്പോൺസ്. ആൻഡ് മെനു ക്യൂറേറ്റ് ചെയ്ത സമയത്ത് എനിക്കും തോന്നിയിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോക്സിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ക്രിസ്മസ് കേരള ലഞ്ചാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തത്. അപ്പോൾ ഈ സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തു. താങ്ക് യു സോ മച്ച്. സ്പീഡി റിക്കവറി എന്നുള്ളതിന് വിഷ് ചെയ്തതിന് എല്ലാവരുടെ കമൻസിനും താങ്ക് യു സോ മച്ച് പേഴ്സണലി. അപ്പോൾ തുടങ്ങായി മക്കളെ. നമ്മൾ ഇനി വീണ്ടും ബാക്ക് ടു റുട്ടീൻ ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വീഡിയോസ് പോസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നാളെ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.